കുട്ടികൾക്കും കെമിക്കൽ കൈനറ്റിക്സിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്താണെന്നാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന റിയാക്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ഓർഡേഴ്സ്, വ്യത്യസ്ത ഓർഡറിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒന്നാമത് സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ? ഇപ്പോൾ ഒരു റിയാക്ഷൻ്റെ റേറ്റ് അതിൻ്റെ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ്റെ സീറോത്ത് പവറിന് പ്രപ്പോർഷണലാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ എന്ത് വിളിക്കുന്നു? സീറോ ഓർഡർ റിയാക്ഷൻസ്. If the rate is proportional to 0th power of concentration of reactants, it is called the zero order reaction. ഇപ്പോൾ ഉദാഹരണമായിട്ട് അമോണിയയുടെ ഡീകമ്പോസിഷൻ പ്ലാറ്റിനം സർഫസിൽ ഹോട്ട് പ്ലാറ്റിനം സർഫസിൽ അമോണിയയുടെ ഡീകമ്പോസിഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് നൈട്രജനും ഹൈഡ്രജനും കിട്ടും. അത് എന്തിനെ ആശ്രയിക്കുന്നില്ല? അമോണിയയുടെ കോൺസെൻട്രേഷനെ ആശ്രയിക്കുന്നത് പോലുമില്ല. അപ്പോൾ അതിൽ അമോണിയയുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷനെ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് അത് എന്തിനുദാഹരണമാണ്? സീറോ ഓർഡർ റിയാക്ഷന് ഉദാഹരണമാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NH3 raised to 0 എന്ന് എഴുതണം. കാരണം ഇതൊരു സീറോ ഓർഡർ റിയാക്ഷനാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ അയഡൈഡിൻ്റെ ഡീകമ്പോസിഷൻ ഹോട്ട് ഗോൾഡ് സർഫസിൽ ഹൈഡ്രജൻ അയഡൈഡിൻ്റെ ഡീകമ്പോസിഷനും എന്തിനു ഉദാഹരണമാണ്? സീറോ ഓർഡർ റിയാക്ഷന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ക്ലോറിൻ റിയാക്ഷൻ. ഇപ്പോൾ ഹൈഡ്രജൻ ക്ലോറിൻ റിയാക്ഷൻ H2 പ്ലസ് Cl2 ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റിന് നമ്മൾ HNO എന്ന് എഴുതാം. 2HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ. ഇതും എന്തിനെ ആശ്രയിക്കുന്നില്ല? ഹൈഡ്രജൻ്റെയോ ക്ലോറിൻ്റെയോ കോൺസെൻട്രേഷനെ ആശ്രയിക്കുന്നില്ല. അപ്പോൾ ഇത് മൂന്നും എന്തിന് ഉദാഹരണമാണ്? സീറോ ഓർഡർ റിയാക്ഷന് ഉദാഹരണമാണ്. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The rate of a reaction is proportional to 0th power of concentration of reactants. It is called the zero order reaction. ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഓർത്തിരിക്കണം, കാരണം ഇത് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ അടുത്ത ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. റേറ്റ് പ്രപ്പോർഷണൽ ടു ഫസ്റ്റ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്തിന് പ്രപ്പോർഷണൽ ആണെങ്കിൽ അതിൻ്റെ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷന് ഫസ്റ്റ് പവറിന് പ്രപ്പോർഷണൽ ആണെങ്കിൽ എന്ത് വിളിക്കും? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതായത് ടോട്ടൽ ഓർഡർ 1 ആയിരിക്കണം. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയാക്റ്റീവ് ഡീകേ ഓഫ് അൺസ്റ്റേബിൾ ന്യൂക്ലിയയുടെ നാച്ചുറലോ ആർട്ടിഫിഷ്യലോ ആയ റേഡിയാക്റ്റീവ് ഡീകേ എന്തിനു ഉദാഹരണമാണ്? എല്ലാം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. അതുപോലെ ഹൈഡ്രോജനേഷൻ ഓഫ് എത്തീൻ. നമുക്കറിയാം എത്തീൻ നമ്മൾ ഹൈഡ്രോജനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിൻ്റെ പവറിനെ മാത്രമേ ആശ്രയിച്ചിരിക്കുന്നുള്ളൂ? എത്തീൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷന് മാത്രമേ ആശ്രയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ ഡീകമ്പോസിഷൻ ഓഫ് N2O5 ആൻഡ് N2Oയും എന്തിന് ഉദാഹരണം തന്നെയാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് ഉദാഹരണം തന്നെയാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഇഫ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ഫസ്റ്റ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, ഇറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. 3 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയാക്റ്റീവ് ഡീകേ, അതുപോലെ ഹൈഡ്രോജനേഷൻ ഓഫ് എത്തീൻ, അതുപോലെ ഡീകമ്പോസിഷൻ ഓഫ് N2O5, അതുപോലെ ഡീകമ്പോസിഷൻ ഓഫ് N2O. അതുപോലെ സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു R⁻1 എന്ന് എഴുതാം. നമുക്ക് ജനറലായിട്ട് റേറ്റ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു R⁻1. അതുപോലെ സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ റിയാക്ഷൻസും പോസിബിൾ ആണ്. അപ്പോൾ ടോട്ടൽ പവർ എത്രയായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിന് 3 ആയിരിക്കും. തേർഡ് ഓർഡർ റിയാക്ഷൻസും ഉണ്ട്. പിന്നെ ഫ്രാക്ഷണൽ ഓർഡർ ഉള്ള റിയാക്ഷൻസും ഉണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അസറ്റാൽഡിഹൈഡിൻ്റെ ഡീകമ്പോസിഷൻ ഒരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസ് ആണ്. അപ്പോൾ വ്യത്യസ്ത ഓർഡറുകൾ കണ്ടു, അതിൻ്റെ റേറ്റ് ഇക്വേഷൻസ് അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാമെന്നുണ്ട്.
അടുത്തത് നമ്മൾ വ്യത്യസ്ത റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റുകളുടെ യൂണിറ്റുകളാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു 0, where R is the concentration of reactants, R raised to 0 എന്ന് എഴുതാം. അപ്പോൾ R raised to നമുക്കറിയാം എനി ക്വാണ്ടിറ്റി റേസ് ടു 0 1ന് തുല്യമാണ്. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു R raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റും കെയുടെ യൂണിറ്റും സെയിം തന്നെ. അപ്പോൾ യൂണിറ്റ് ഓഫ് കെ എന്തിനു തുല്യമായിരിക്കും? യൂണിറ്റ് ഓഫ് റേറ്റിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം റേറ്റിൻ്റെ യൂണിറ്റ് ഏതാണ്? മോൾ ലിറ്റർ റേസ് ടു -1 ടൈം റേസ് ടു ടൈം സെക്കൻഡ്സിലോ മിനിറ്റിലോ അവറിലോ ആകാം. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ എന്താണ് കെയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് തന്നെ? റേറ്റിൻ്റെ യൂണിറ്റ് തന്നെയാണ്. മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1, അല്ലെങ്കിൽ മോൾ ലിറ്റർ റേസ് ടു -1 മിനിറ്റ് റേസ് ടു -1, അല്ലെങ്കിൽ മോൾ ലിറ്റർ റേസ് ടു -1 അവർ റേസ് ടു -1. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ നോക്കാം. ഫസ്റ്റ് ഓർഡർ നമുക്ക് റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഇക്വേഷൻ എഴുതാൻ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ റേസ് ടു 1, കാരണം ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ കെ ഇതിനകത്ത് നിന്ന് കെ എങ്ങനെ എഴുതാം? കെ ഈസ് ഈക്വൽ ടു റേറ്റ് ബൈ ആർ റേസ് ടു 1. ആർ എന്ന് പറഞ്ഞപ്പോൾ കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ എപ്പോഴും മൊളാരിറ്റിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് വേണ്ടി എഴുതിയിട്ടുണ്ടല്ലോ, മോൾ ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് ആണ്. സെക്കൻഡ് റേസ് ടു -1 ബൈ കോൺസെൻട്രേഷന് ഒരു കോൺസെൻട്രേഷൻ ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ മോൾ ലിറ്റർ റേസ് ടു -1. അപ്പോൾ മോൾ ലിറ്റർ റേസ് ടു -1ഉം മുകളിലും താഴെയും പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് സെക്കൻഡ് റേസ് ടു -1. അല്ലെങ്കിൽ മിനിറ്റിലാണെങ്കിൽ മിനിറ്റ് റേസ് ടു -1 ആയിരിക്കും, അല്ലെങ്കിൽ അവറിലാണെങ്കിൽ അവർ റേസ് ടു -1 ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റ്. അപ്പോൾ വെറുതെ ടൈം റേസ് ടു -1 എന്നൊരു യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് കൺസിഡർ ചെയ്യണം? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റീകോൺസ്റ്റന്റ് യൂണിറ്റ് എന്താണ്? ഒന്നെങ്കിൽ സെക്കൻഡ് റേസ് ടു -1, അല്ലെങ്കിൽ മിനിറ്റ് റേസ് ടു -1, അല്ലെങ്കിൽ അവർ റേസ് ടു -1. ഇനി സെക്കൻഡ് ഓർഡറിന്റെ റേറ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ സ്ക്വയർ. കാരണം എന്താണ്? ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ കെയുടെ യൂണിറ്റ് കെ എങ്ങനെ എഴുതാം? കെ ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ താഴെ രണ്ട് കോൺസെൻട്രേഷൻ ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു മോൾ ലിറ്റർ റേസ് ടു -1 റേറ്റിൻ്റെ യൂണിറ്റ് സെക്കൻഡ് റേസ് ടു -1 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എത്ര ടൈമുകൾ വരുന്നുണ്ട്? രണ്ട് കോൺസെൻട്രേഷൻ ടൈമുകൾ. അപ്പോൾ മോൾ ലിറ്റർ റേസ് ടു -1 ഇൻറ്റു മോൾ ലിറ്റർ റേസ് ടു -1. അപ്പോൾ ഒരു മോൾ ലിറ്റർ റേസ് ടു -1 മുകളിലും താഴെയും പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുവരും? താഴെ ഒരു മോളുണ്ട്, അത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തുവരും? മോൾ റേസ് ടു -1. ലിറ്റർ റേസ് ടു -1 മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ലിറ്റർ. സെക്കൻഡ് റേസ് ടു -1 ഓൾറെഡി അവിടെ ഉണ്ട്. മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1 അല്ലേ? അപ്പോൾ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എത്രയാണ്? മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1 ആണ്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ nth ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് നമുക്ക് എഴുതാം. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് റേസ് ടു -1, അല്ലെങ്കിൽ ടൈം റേസ് ടു -1. ഏത് റിയാക്ഷനാണ്? ഓർ nth ഓർഡർ റിയാക്ഷൻ്റെ ജനറൽ ആയിട്ട് നമുക്ക് യൂണിറ്റ് എഴുതാം. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് റേസ് ടു -1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാംസിനും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. അപ്പോൾ അടുത്തത് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ ആണ്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഇക്വേഷൻ എഴുതി 2HI gives H2 + I2. അതിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റെപ്പാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
ഇതിനകത്ത് 2 മോളിക്യൂൾ HI റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് കൊളൈഡ് ചെയ്തിട്ടാണ്, പരസ്പരം കൊളൈഡ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ അല്ലെങ്കിൽ അയോണുകളുടെ അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ, ജനറലായിട്ട് പറയുകയാണെങ്കിൽ സ്പീഷീസിൻ്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. അപ്പോൾ മോളിക്കുലാരിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മോളിക്കുലാരിറ്റി ഈസ് ദ number of species colliding in an elementary step of a chemical reaction. To bring about a reaction. ഒരു റിയാക്ഷൻ്റെ ഒരു പ്രത്യേക സ്റ്റെപ്പിൽ അല്ലെങ്കിൽ എലിമെൻ്ററി സ്റ്റെപ്പിൽ കൊളൈഡ് ചെയ്യുന്ന സ്പീഷീസിൻ്റെ എണ്ണം, അത് ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം, അതിൻ്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. നമുക്ക് സാധാരണ മോളിക്കുലാരിറ്റി 3 മുകളിലുള്ള മോളിക്കുലാരിറ്റി സാധാരണ കാണാറില്ല. ഒരു സ്റ്റെപ്പിൽ 3 മോളിക്യൂൾസ് കൂടുതൽ സാധാരണ കൊളൈഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ മോളിക്കുലാരിറ്റി 0 ആകാൻ സാധ്യതയുണ്ടോ? 0 ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൊളീഷനും നടക്കത്തില്ല, റിയാക്ഷൻ നടക്കത്തില്ല. അപ്പോൾ 0 മോളിക്കുലാരിറ്റി പോസിബിൾ ആണോ? അപ്പോൾ പോസിബിൾ അല്ല. 0 മോളിക്കുലാരിറ്റി പോസിബിൾ. അപ്പോൾ മോളിക്കുലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. എന്താണ് മോളിക്കുലാരിറ്റി? മോളിക്കുലാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് സ്പീഷീസ് കൊളൈഡിങ് സൈമൾട്ടേനിയസ്ലി ഇൻ ആൻ എലിമെൻ്ററി സ്റ്റെപ്പ് ഓഫ് എ കെമിക്കൽ, ഒരു സിംഗിൾ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ എലിമെൻ്ററി സ്റ്റെപ്പ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ടു ബ്രിങ് അബൌട്ട്, ആ റിയാക്ഷൻ നടക്കാൻ വേണ്ടി എത്ര മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നു, ഒരു പ്രത്യേക സ്റ്റെപ്പിൽ കൊളൈഡ് ചെയ്യുന്നു, അതിനെയാണ് നമ്മളെന്ന് വിളിക്കുക മോളിക്കുലാരിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്കുലാരിറ്റി എഴുതാനായിട്ട് സാധിക്കും. ബാലൻസ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്കുലാരിറ്റി എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ഓൺലി ഹോൾ നമ്പർ വാല്യൂസ് ആർ പോസിബിൾ. ഹോൾ നമ്പർ വാല്യൂസ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 0 മോളിക്കുലാരിറ്റി ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്, റിയാക്ഷൻ ഒരു കൊളീഷൻ നടക്കില്ല, റിയാക്ഷനും. അതുപോലെ എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ്റെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനെയാണ് വിളിക്കുക എലമെൻ്ററി റിയാക്ഷൻ. ഉദാഹരണം ഹൈഡ്രജൻ പ്ലസ് I2 H2 plus I2 gives 2HI. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ആണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വിളിക്കുക എലമെൻ്ററി റിയാക്ഷൻ. അതുപോലെ കോംപ്ലക്സ് റിയാക്ഷൻ എന്താണ്? അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിനെയാണ് എന്തെന്ന് വിളിക്കുക കോംപ്ലക്സ് റിയാക്ഷൻസ്. റിയാക്ഷൻ വിച്ച് ടേക്ക് പ്ലേസ് in more than one steps. അങ്ങനെയുള്ള റിയാക്ഷനെയാണ് വിളിക്കുക കോംപ്ലക്സ് റിയാക്ഷൻ. ഒരു കോംപ്ലക്സ് റിയാക്ഷൻ എടുക്കുകയാണ്, ഉദാഹരണമായിട്ട് ഒരു കോംപ്ലക്സ് റിയാക്ഷൻ എടുക്കുകയെന്ന് വിചാരിക്കാം. നമ്മളൊരു കോംപ്ലക്സ് റിയാക്ഷൻ ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ, അയോഡൈഡ് അയോൺസ് കാറ്റലൈസ് ചെയ്യുന്ന ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ 2H2O2 ഇൻ പ്രസൻസ് ഓഫ് I- gives 2H2O plus O2. ഈ റിയാക്ഷൻ ശരിക്കും നടക്കുന്ന 2 സ്റ്റെപ്പുകളിലായിട്ടാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് H2O2 plus I- gives H2O plus IO-. ഇത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് H2O2 plus IO- gives H2O plus I- plus O2. ഇത് പക്ഷേ വളരെ വേഗത്തിൽ നടക്കുന്ന സ്റ്റെപ്പാണ്.
നമുക്കറിയാം എപ്പോഴും റേറ്റിനെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ വേഗതയെ തീരുമാനിക്കുന്ന സ്ലോ ആയിട്ടുള്ള ആളുടെ നടത്തം അല്ലെങ്കിൽ ഓട്ടമാണ് വേഗതയെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ്റെ വേഗതയെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ റേറ്റിനെ തീരുമാനിക്കുന്ന സ്ലോ സ്റ്റെപ്പാണ്. ഈ സ്ലോ സ്റ്റെപ്പിൻ്റെ മോളിക്കുലാരിറ്റി ആയിരിക്കും റിയാക്ഷൻ്റെ ഓർഡർ. അപ്പോൾ കോംപ്ലക്സ് റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്ലോ സ്റ്റെപ്പ് ഏതാണോ അതിൻ്റെ മോളിക്കുലാരിറ്റി ആയിരിക്കും റിയാക്ഷൻ്റെ ഓർഡർ. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്തായിരിക്കും ഇതിൻ്റെ ഓർഡർ? അപ്പോൾ ഈ സ്ലോ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ 2 സ്പീഷീസ് ഉണ്ട്, H2O2 പ്ലസ് I- ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോളിക്കുലാരിറ്റി അതായത് 2 ആയിരിക്കും ഇതിൻ്റെ ഓർഡർ. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ നോക്കി അല്ലെങ്കിൽ മെയിനായിട്ടുള്ള കമ്പൈൻഡ് ഇക്വേഷൻ നോക്കി നമുക്ക് ഓർഡർ പറയാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഏതാണോ സ്ലോ സ്റ്റെപ്പ് അതിൻ്റെ മോളിക്കുലാരിറ്റി ആയിരിക്കും റിയാക്ഷൻ്റെ ഓർഡർ. അപ്പോൾ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ സ്റ്റെപ്പുകളിൽ നടക്കുന്ന റിയാക്ഷനെയാണ് വിളിക്കുക കോംപ്ലക്സ് റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷനിലെ സ്ലോ സ്റ്റെപ്പ് അല്ലെങ്കിൽ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൻ്റെ മോളിക്കുലാരിറ്റി ആയിരിക്കും ആ റിയാക്ഷൻ്റെ ഓർഡർ. ഇനി ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാണ്, അതൊന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ സം ഓഫ് പവേഴ്സ് ഓഫ് റിയാക്റ്റൻറ്റ് കോൺസെൻട്രേഷൻസ് ഇൻ ദ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷനിൽ റിയാക്റ്റൻറ്റ് കോൺസെൻട്രേഷൻ്റെ പവറുകളുടെ തുകയാണ് ഓർഡർ. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൊളൈഡിങ് സ്പീഷീസ് അല്ലെങ്കിൽ ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ് ഇൻ ആൻ എലമെൻ്ററി സ്റ്റെപ്പ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സിംഗിൾ സ്റ്റെപ്പിൽ കൊളൈഡ് ചെയ്യുന്ന സ്പീഷീസിൻ്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. പിന്നെ നമുക്കറിയാം ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, മോളിക്കുലാരിറ്റി ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. പിന്നെ ഓർഡറിന് ഫ്രാക്ഷണൽ, സീറോ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ വാല്യൂസ് എല്ലാം പോസിബിൾ ആണ്. പക്ഷേ മോളിക്കുലാരിറ്റിക്ക് ഹോൾ നമ്പർ വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷേ സീറോ പോസിബിൾ അല്ല. 1 തുടങ്ങിയുള്ള നമ്പേഴ്സ് 3 മോളിക്കുലാരിറ്റിയിൽ കൂടിയ റിയാക്ഷൻസും വളരെ റെയർ ആയിരിക്കും. പിന്നെ ദ ഓർഡർ ഈസ് മീനിങ് ഫോർ എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. 2 റിയാക്ഷനും എന്താണ് ഓർഡർ മീനിങ് ഫുൾ ആണ്. പക്ഷേ മോളിക്കുലാരിറ്റി ഏതിന് മാത്രമേ മീനിങ് ഫുൾ ആയിട്ടുള്ളൂ? എലമെൻ്ററി റിയാക്ഷന് മാത്രമേ മീനിങ് ഫുൾ ആയിട്ടുള്ളൂ. ടോട്ടലായിട്ട് ഒരു കോംപ്ലക്സ് റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി 2 പ്രോബ്ലംസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ടോട്ടൽ ഓർഡർ ഇൻ ദ ഫോളോയിങ് റേറ്റ് എക്സ്പ്രഷൻ. റേറ്റ് എക്സ്പ്രഷൻ തന്നിരിക്കുകയാണ്, അതിനകത്ത് ടോട്ടൽ ഓർഡർ എഴുതണം. വളരെ സിമ്പിളാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A raised to half ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B raised to 3/2. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ ഓർഡർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ പവറുകളുടെ തുക മാത്രം എടുത്താൽ മതി. അപ്പോൾ 1/2 പ്ലസ് 3/2 എത്ര വരും? അപ്പോൾ 2നും ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്, അതുകൊണ്ട് ന്യൂമറേറ്ററിൻ്റെ സം എടുക്കുക. അപ്പോൾ 4/2 2ന് തുല്യമായിരിക്കും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A raised to 3/2 ഇൻറ്റു B raised to -1. അപ്പോൾ ടോട്ടൽ ഓർഡർ എന്ത് വരും? 3/2 പ്ലസ് -1. അപ്പോൾ 3/2 -1. അപ്പോൾ അതിൻ്റെ LCM 2 ആയിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും. വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് കൺവേർട്ടഡ് ടു വൈ ഫോളോ സെക്കൻഡ് ഓർഡർ. എക്സ് വൈ ആവുന്ന റിയാക്ഷന് സെക്കൻഡ് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഈസ് ഇൻക്രീസ്ഡ് 3 times, അതായത് എക്സിൻ്റെ കോൺസെൻട്രേഷൻ 3 മടങ്ങ് അതായത് 3x ആകുകയാണെങ്കിൽ ഹൗ വിൽ ഇറ്റ് അഫക്ട് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് വൈ? വൈയുടെ ഫോർമേഷനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നതാണ്? അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എഴുതണം. ആദ്യം ഇപ്പോൾ എക്സ് വൈ ആവുന്ന റിയാക്ഷനാണ്. അപ്പോൾ റേറ്റ് R1 ആണെങ്കിൽ നമ്മൾ R1 കൊടുക്കുന്നതായിരിക്കും. K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ് സ്ക്വയർ. കാരണം എന്താണ്? ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ എക്സ് സ്ക്വയർ. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഈസ് 3x, അതായത് 3 മടങ്ങ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എക്സ് എന്തായിട്ട് മാറും? 3x ആയിട്ട് മാറും. അപ്പോൾ പുതിയ റേറ്റ് എന്തായാലും റേറ്റിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ റേറ്റ് R2 is equal to K ഇൻറ്റു 3x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനകത്ത് നമുക്ക് 3² എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്, അത് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ 3² ഇൻറ്റു K ഇൻറ്റു x raised to 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9R1. അതായത് ഇത് K ഇൻറ്റു x raised to 2 എന്താണ്? ഇനിഷ്യൽ റേറ്റ് തന്നെയല്ലേ. അപ്പോൾ അതിന് R1 കൊടുക്കാം, 9R1. അതായത് പുതിയ റേറ്റ് ആദ്യത്തെ റേറ്റിൻ്റെ എത്ര മടങ്ങായിരിക്കും?
9 മടങ്ങായിരിക്കും. 9 മടങ്ങ് ഇൻക്രീസ് ചെയ്യണം. അതായത് ഫോർമേഷൻ ഓഫ് Y എത്ര മടങ്ങ് ഇൻക്രീസ് ചെയ്യുന്നു? 9 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഇതുപോലെയുള്ള പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കണം. അടുത്ത നമുക്ക് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഈഥൈൽ അസറ്റേറ്റ്, ഇത് എസ്റ്ററാണ്. ഈഥൈൽ അസറ്റേറ്റ് അതിൻ്റെ ആസിഡ് കാറ്റലൈസ്ഡ് ആസിഡിൻ്റെ സാന്നിധ്യത്തിലുള്ള ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞ വാട്ടറുമായിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ ഈഥൈൽ അസറ്റേറ്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡും ഈഥൈൽ ആൽക്കഹോളും നമുക്ക് കിട്ടും. നമുക്കതൊന്നും ബാധകമല്ല. ഇവിടെ ഇതിൻ്റെ ഓർഡർ എത്രയാണെന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു മോളിക്യൂൾ ഈഥൈൽ അസറ്റേറ്റും ഒരു മോളിക്യൂൾ വാട്ടറും ഇവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ ഓർഡർ എത്രയാണ്? ഫസ്റ്റ് 1 ആണ്. ആക്ച്വൽ ഓർഡർ 1 ആണ്. കാരണം എന്താണ്? ഈ വാട്ടർ എക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെ ദ റിയാക്ഷൻസ് വിച്ച് അപ്പിയേഴ്സ് ടു ബി സെക്കൻഡ് ഓർഡർ, നമ്മൾ സെക്കൻഡ് ഓർഡർ ആയിട്ട് തോന്നുമെങ്കിലും ശരിക്കും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആയിട്ടുള്ള റിയാക്ഷനുകളെയാണ് നമ്മളെന്ന് വിളിക്കുക സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. സ്യൂഡോ എന്ന് പറഞ്ഞാൽ കപട എന്നാണ് അർത്ഥം. അപ്പോൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് അപ്പിയേഴ്സ് ടു ബി സെക്കൻഡ് ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ because the concentration of water remains constant throughout the reaction. ഇപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എക്സസ് ആയിരിക്കും, അത് എപ്പോഴും ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, അതിന് വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ എന്തായിട്ട് നിൽക്കുന്നത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ദ റിയാക്ഷൻസ് അപ്പോൾ എന്താണ് appears to be second order but actually follows first order. Such reactions are called pseudo first order reactions. ഇതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ എഴുതുകയാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ, അതായത് ഈഥൈൽ അസറ്റേറ്റ്, കോൺസെൻട്രേഷൻ ഓഫ് CH3CO C2H5 എന്ന് എഴുതിയാൽ മതിയാവും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഹൈഡ്രോളിസിസ് ഓഫ് ആസിഡ് കാറ്റലിസ്റ്റ് ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ ടു ഫോം ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. കെയിൻ ഷുഗർ ഹൈഡ്രോളിസിസ് നടത്തി ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുന്നത്. ഇതും ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ഇതിൻ്റെയും റേറ്റ് എക്സ്പ്രഷൻ എന്തിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ? കെയിൻ ഷുഗറിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C12H22O11 എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് ഒരു ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഡിഫറെൻ്റ് ഓർഡേഴ്സ്, വ്യത്യസ്ത റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസിൻ്റെ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കണം. അതിൽ ഒന്നാമത്തെ സീറോ ഓർഡർ റിയാക്ഷൻ. ഇപ്പോൾ കൺസിഡർ ദ സീറോ ഓർഡർ റിയാക്ഷൻ R gives P. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് റേറ്റിന് പകരം -dR/dt എന്ന് എഴുതാം. റേറ്റിന് പകരമുള്ള റേറ്റ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ ടേമിൽ അതിൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണ് -dR/dt. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു സീറോ ഓർഡർ റിയാക്ഷനാണ്. അപ്പോൾ റിയാക്റ്റൻറ്റ് ഇവിടെ R ആണ്. അപ്പോൾ R⁻0 എന്ന് പറയും. അപ്പോൾ R⁻0 ഇനി ക്വാണ്ടിറ്റി ⁻0 എത്രയാണ്? 1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. dt റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ -dR ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു dt. ഇനി ഈ മൈനസ് സൈൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. dR ഈസ് ഈക്വൽ ടു -k dt. ഇനി ഈ ഇക്വേഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻ്റഗ്രൽ dR ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -k dt. ഇപ്പോൾ നമുക്കറിയാം ചെറിയ dRകളെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തിനു തുല്യമായിരിക്കും? R-ന് തുല്യമായിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ dR എത്രയാണ്? കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു ഇത് -k കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് വെളിയിലെടുക്കാം. -k ഇൻറ്റു ഇൻ്റഗ്രൽ dt. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -k ഇൻറ്റു ഇൻ്റഗ്രൽ dt. ചെറിയ ഡിറ്റികൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? t കിട്ടും അല്ലേ? അപ്പോൾ -k ഇൻറ്റു t പ്ലസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. ഇപ്പോൾ എല്ലാ ഇൻ്റഗ്രേഷനും ഒരു കോൺസ്റ്റൻ്റ് ചേർക്കണം പ്ലസ് c. അപ്പോൾ ഇത് നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ R ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. R ഈസ് ഈക്വൽ ടു -k ഇൻറ്റു t പ്ലസ് c. നമുക്കിനി സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ടൈം 0യിൽ R-ൻ്റെ കോൺസെൻട്രേഷൻ R0 എന്നെടുക്കാം. ടൈം ടിയിൽ R-ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിട്ട് എടുക്കാം? R0 എന്നെടുക്കാം.
അപ്പോൾ ഈ ഇക്വേഷൻ 1 ഈ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, ടിയുടെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആറിന് പകരം നമുക്ക് എന്ത് കിട്ടും? R0 ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടൈം 0 ആണ്, മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് സി. അപ്പോൾ സിയുടെ വാല്യൂ ഇതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ മൈനസ് കെ ഇൻറ്റു 0 നമുക്കറിയാം 0 ആയിട്ട് പോകും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? R0 എന്ന് കിട്ടും. അപ്പോൾ R0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, റിയാക്റ്റൻറ്റിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? R ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് R0, മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് R0. അപ്പോൾ ഇതിനെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ മൈനസ് കെ ഇൻറ്റു ടി ഈ സൈഡിലേക്കും R റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവരികയാണെങ്കിൽ കെ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു R0 മൈനസ് R, ഓർ കെ ഈസ് ഈക്വൽ ടു R0 മൈനസ് R ഡിവൈഡഡ് ബൈ ടി. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ടൈം അനുസരിച്ച് എങ്ങനെ വ്യത്യാസപ്പെടും എന്നുള്ളത് കാണിക്കാനുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തതിൽ നിന്ന് R ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് R0 എന്ന ഇക്വേഷൻ എടുക്കുക. ഇവിടെ വേരിയബിൾസ് രണ്ടെണ്ണമാണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും ടൈമും. അപ്പോൾ അത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലുമായിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ m വരുന്നത് മൈനസ് കെ ആയിട്ടാണ്, മൈനസ് കെ. ഇതിൻ്റെ സ്ലോപ്പ് എത്രയായിരിക്കും? മൈനസ് കെ. അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് മൈനസ് കെ ആയിരിക്കും. പിന്നെ അതിൻ്റെ y ഇൻ്റർസെപ്റ്റ്, അതായത് ഗ്രാഫ് y ആക്സിസിനെ കട്ട് ചെയ്യുന്ന ആ y ഇൻ്റർസെപ്റ്റ് R0 ആയിരിക്കും. അപ്പോൾ ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓൺ പ്ലോട്ടിങ് R അഗൻസ്റ്റ് ടൈം we will get a straight line graph with a negative slope k and y intercept R0. പിന്നെ അതുപോലെ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഹാഫ് ലൈഫ് പീരീഡ്. ടി ഹാഫ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ് ഹാഫ് ലൈഫ് പീരീഡ്? The time required to reduce the concentration of reactants to half of initial value. അതായത് തുടക്കത്തിൽ എത്ര കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ പകുതിയാകാൻ എടുക്കുന്ന ടൈമിനെയാണെന്ന് വിളിക്കുക ഹാഫ് ലൈഫ് പീരീഡ്. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയാകാൻ എടുക്കുന്ന, റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ പകുതി ആകാൻ എടുക്കുന്ന ടൈമിനെയാണെന്ന് വിളിക്കുക നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ്. അത് ഏത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ടി ഹാഫ്. അപ്പോൾ ടി ഹാഫിൻ്റെ സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്തിന് തുല്യമായിരിക്കും? R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ R0/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ടിക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാം. ടി ഈസ് ഈക്വൽ ടു ടിയും കെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ടി ഈസ് ഈക്വൽ ടു R0 മൈനസ് R/K. അപ്പോൾ R0 മൈനസ് ആറിന് പകരം റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ അറ്റ് ടൈം ടി എത്രയായിട്ട് കൊടുക്കണം? R0/2. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയായിരിക്കും ബൈ കെ. അപ്പോൾ R0 മൈനസ് R0/2 എന്ന് പറഞ്ഞാൽ R0/2 തന്നെയായിരിക്കും. R0/2 ഡിവൈഡ് ബൈ കെ അല്ലെങ്കിൽ R0/2k. ദാറ്റ് ഈസ് reactant concentration is directly proportional to T half is directly proportional to the initial concentration of reactant. അപ്പോൾ അത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. ഇനി സീറോ ഓർഡർ റിയാക്ഷൻ T half proportional to directly proportional to initial concentration. Initial concentration നേർ അനുപാതത്തിലായിരിക്കും. ഇത് അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൺസിഡർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ R gives P. അപ്പോൾ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് റിയാക്ടറിൻ്റെ ടൈമിൽ അതിന് മൈനസ് dR/dt that is equal to k into concentration of R/1. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയത് കാരണം R/1 എന്നുള്ളത് നമുക്ക് R എന്ന് എഴുതിയാൽ മതി.
അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ -dr/r = k × dt. അപ്പോൾ r ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -dr/r = k × dt. ഇനി മൈനസ് റൈറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ dr/r = -k × dt. ഇൻ്റഗ്രേറ്റ് രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ dr/r - k കോൺസ്റ്റൻ്റ് ആണ്, വെളിയിലെടുക്കാം, ഇൻ്റഗ്രൽ dt. ഇപ്പോൾ dr/r-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ 1/r dr എന്ന് പറയുന്നത് log r-ന് തുല്യമാണ്. ഇപ്പോൾ നാച്ചുറൽ ലോഗരിതം ആയതുകൊണ്ട് ln r എന്ന് എഴുതാം. log r = -k × t plus c. കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. അപ്പോൾ -k × t plus c. നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. നമുക്കറിയാം ടൈം ടിയിൽ ആറിൻ്റെ കോൺസെൻട്രേഷൻ, റിയാക്ടൻ്റ് കോൺസെൻട്രേഷൻ നമ്മൾ R0 ആയിട്ടാണ് എടുക്കുന്നത്. ടൈം t t0യിൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എത്രയായിട്ടാണ് R0, കോൺസെൻട്രേഷൻ ഓഫ് R0 ആയിട്ട് എടുക്കാൻ. അപ്പോൾ log R0 = ഇത് ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ 1 കൊടുക്കുകയാണെങ്കിൽ log r-ന് പകരം R0 = -k × 0. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇനിഷ്യൽ ടൈം 0 ആണല്ലോ, പ്ലസ് c. അപ്പോൾ സിയുടെ വാല്യൂ log R0 എന്ന് കിട്ടും. log R0. അപ്പോൾ ഈ സിയുടെ വാല്യൂ, കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ഇക്വേഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ log r = -k × t plus log R0. അപ്പോൾ റീഅറേഞ്ച് ചെയ്യാം. -k × t ലെഫ്റ്റ് സൈഡിലേക്കും log r റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവരികയാണെങ്കിൽ k × t = ln R0 അല്ലെങ്കിൽ log R0 - log r. ഇത് log a - log b എന്ന ഫോമാണ്. ഇപ്പോൾ log a - log b എന്തിനു തുല്യമായിരിക്കും? log a/b-ക്ക് തുല്യമായിരിക്കും. log a/b-ക്ക് തുല്യമായിരിക്കും. അപ്പോൾ k × t = log R0/r എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ നാച്ചുറൽ ലോഗരിതമിനെ ലോഗരിതം ടു ദ ബേസ് 10 ആക്കുമ്പോൾ എത്ര കൊണ്ട് ഗുണിക്കണം? 2.303 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ k × t = 2.303 log R0/r. അപ്പോൾ ഇനി k ആയിട്ട് എടുക്കുകയാണെങ്കിൽ t റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഡിനോമിനേറ്റർ k = 2.303/t log R0/r. ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇപ്പോൾ ഡെറിവേഷൻ പഠിക്കാൻ പറ്റാത്തവരും ഈ റേറ്റിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിച്ചിരിക്കണം. അതിൻ്റെ വാല്യൂസ് ഓരോന്നും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? k എന്താണ്? റേറ്റ് കോൺസ്റ്റൻറ്റ്. k റേറ്റ് കോൺസ്റ്റൻറ്റ് t ടൈം R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R കോൺസെൻട്രേഷൻ അറ്റ് ടൈം t. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഓർത്തിരിക്കാം.